ആദ്യം നിങ്ങൾ തമ്മിലുള്ള അടിയും വഴക്കൊക്കെ തീർക്ക്. അത് കഴിഞ്ഞിട്ടാവാം ഞങ്ങളായിട്ടുള്ള പ്രശ്നം. മാറി നിക്കടേ കൊണ്ട്. എന്ത് പൊട്ടത്തിലോടി നീയൊക്കെ കാണിച്ചേ? എന്താ സംഭവിച്ചെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലടി. അലീനയല്ലേ തല്ലിയത്? നിർത്തടി. ഇതാകെ കൺഫ്യൂഷൻ ആയല്ലോ. അനന്നോട് മാജിക് ആയിരുന്നോ? പോടി, അവളുടെ ഉണക്ക മാജിക്കിന്റെ കാര്യം എന്നോട് പറയരുത്. നാണം കെട്ടപ്പോ സമാധാനമായല്ലോ. ഇതെന്തോ സംഭവം? അലീനയും ഫ്രണ്ട്സും നമുക്ക് നല്ല തലവേദനയായിരിക്കണല്ലോ. അവരെ നമ്മളോട് തോറ്റു നിക്ക, അതുകൊണ്ടാ വീണ്ടും മുട്ടാൻ വരുന്നത്. അന്നത്തെ അടി മുഴുവൻ കൊണ്ടിട്ട് പോലെ അവന്മാർക്ക് ഒരു നാണവുമില്ല. വിട്ടുകളാ, നമ്മൾ അവരുടെ മനസ്സമാധാനം കേടാ. അത് അങ്ങനെ തന്നെ അങ്ങ് ഇരുന്നോട്ടെ. ഇതാരാ ഇവിടെ ന്യൂസ് പേപ്പർ കൊണ്ടിട്ടത്? ഇന്നത്തെ പത്രമാണല്ലോ. ഇവിടെ എല്ലാ മുറിയിലും ന്യൂസ് പേപ്പർ ഇടുന്ന പതിവില്ലല്ലോ. ആരോ വാതിലിന്റെ വിടവിലൂടെ അകത്തേക്ക് ഇട്ടിട്ട് പോയതായിരിക്കും. നിങ്ങൾ ആരെങ്കിലും ന്യൂസ് പേപ്പർ വേണോന്ന് പറഞ്ഞിരുന്നോ? ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. നമ്മള് റീഡിംഗ് റൂമിൽ പോയി വായിക്കാറല്ലേ പതിവ്. ഇന്നത്തെ പത്രം ഇവിടെ വരണമെങ്കിൽ എന്തോ കാരണമുണ്ടല്ലോ. വൃന്ദേ, നീ പത്രം ഒന്ന് വിശദമായിട്ട് പരിശോധിക്കേ. നോക്ക്, അവന്മാര് 4 പേരെ കാണാനില്ല. മോഴക്കുന്നിലേക്ക് പണിക്ക് പോയ 4 യുവാക്കളെ കാണാനില്ല. ഇവന്മാര് മോഴക്കുന്നിൽ പണിക്ക് പോയതല്ലോ. ഇവന്മാര് നമ്മളെ അവൻ അറ്റാക്കാൻ വന്നതല്ലേ. മോഴക്കുന്നിൽ വെച്ച് ഇവന്മാരെ കാണാതായിരിക്കാം. ഇതെങ്ങനെ സംഭവിച്ചു? ഇവന്മാരെങ്ങനെ മിസ്സിംഗ് ആയി? അതാ മനസ്സിലാവാത്ത. ആരവനെ ആക്രമിച്ച ശേഷം ഇവന്മാരെങ്ങോട്ട് പോയി? നമ്മൾ തിരികെ ചെന്നപ്പോ ഇവന്മാരെയോ ഇവന്മാരുടെ വണ്ടിയോ ഒന്നും കണ്ടില്ലല്ലോ. ഇവന്മാരെ ആരവനെ തട്ടിയെന്ന വിശ്വാസത്തില് ഒളിവിൽ പോയതായിരിക്കോ? ഇവന്മാർക്ക് എന്തെങ്കിലും സംഭവിക്കട്ടെ. ഈ പത്രം ഇവിടെ എത്തിച്ചതാരാ? ആ ക്വസ്റ്റ്യൻ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമാ. ഈ പത്രം ഇന്നത്തെ ദിവസം നമ്മൾ വായിക്കണമെന്ന് ആരോ ആഗ്രഹിച്ചു. ആ വ്യക്തിയായിരിക്കും ഇതിവിടെ കൊണ്ടിട്ടത്. അതിപ്പോ ആരാ? മന്ത്രിയുടെ മോൻ മരിച്ചപ്പോ ആ വാർത്ത പത്രത്തിൽ വന്നിരുന്നല്ലോ. അന്ന് ആ വാർത്ത ആരവല്ലേ നമ്മൾ അറിയിച്ചത്. ഈ പത്രം ഇവിടെ കൊണ്ടിട്ടത് ആരവാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ആരും ഇപ്പൊ നമ്മുടെ കൂടെയില്ല. അതുകൊണ്ട് ആരവിനെ സംശയിക്കാൻ കഴിയില്ല. അപ്പോ ഈ ഗുണ്ടകളും നമ്മളും തമ്മിലുള്ള പ്രശ്നം അറിയുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? അത് രുദ്രനാ. അപ്പോ രുദ്രൻ അലീന വഴി പത്രവാർത്ത നമ്മുടെ ശ്രദ്ധയിൽ പെടുത്തിയതാണോ? ഇതിപ്പോ കൺഫ്യൂഷൻ ആയല്ലോ. ഏതായാലും ഇവന്മാരിപ്പ മിസ്സിംഗാ. പക്ഷേ ഇതിലൊരു അപകടമുണ്ട്. എന്തപകടം? മാഡം, മാഡം, എന്റെ കർത്താവേ, ഞാൻ എന്താ മാഡം കണ്ടത്? എന്താ മന്ദാകിനി? മന്ദാകിനി എന്താ കണ്ടെന്ന് പറ. ഞാനത് മാഡത്തോട് പറഞ്ഞാലേ മാഡം അത് ഏത് രീതി കാണുമെന്ന് എനിക്കറിയില്ല. നേരിട്ട് അനുഭവിച്ചവർക്കല്ലേ അതിന്റെ യാഥാർത്ഥ്യം പറഞ്ഞ മനസ്സിലാവൂ. മന്ദാകിനി അവിടെ ഇവിടെയും തൊടാതെ കാര്യം എന്താന്ന് വെച്ചാ അത് പറ. നമ്മള് വിചാരിക്കണേലും അപ്പുറത്താ മാഡം ഇവിടെ പലതും നടക്കണത്. മനസ്സിലായില്ല. ആദ്യം ഒരു പുതപ്പായിരുന്നു പ്രശ്നം. ഞാൻ അത് വിശ്വസിച്ചില്ല. പുതപ്പിന് ജീവനുണ്ടാകുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് മാഡം. മന്ദാകിനി, ഞാനത് പറഞ്ഞപ്പോ അതെന്റെ തോന്നലാന്ന് മാഡം പറഞ്ഞു. എന്നാ ഇപ്പൊ ഞാൻ കണ്ടത് തോന്നലല്ല, ഒറിജിനലാ. അത് ഓർത്തിട്ട് എന്റെ കയ്യില് രോമം അനങ്ങുന്നു. മന്ദാകിനി വല്ല നിഴലും കണ്ട് പേടിച്ചിട്ട് അക്കാര്യം പറഞ്ഞ് എന്നെയും കൂടി പേടിപ്പിക്കല്ലേ. അയ്യോ, ഇത് നിഴലല്ല മാഡം, പത്രം, നമ്മുടെ ന്യൂസ് പേപ്പർ. ന്യൂസ് പേപ്പറോ? ആ അതെ മാഡം, ഒരു ന്യൂസ് പേപ്പർ ആരോ കൊണ്ടുപോകുന്ന ആളിനെ കാണാനില്ല. ന്യൂസ്
ന്യൂസ് പേപ്പർ അന്തരീക്ഷത്തിലൂടെ പോകുന്നു.